الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني اذهبوا فتحسسوا من يوسف وأخيه ولا تيأسوا من روح الله إنه لا ييأس من روح الله إلا القوم الكافرون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട വലിയ വിയോജിപ്പുകൾക്കും പ്രതിഷേധങ്ങൾക്കുമിടയിൽ പ്രതീക്ഷ നൽകുന്ന ഒരു ഇടക്കാല ഉത്തരവ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പരമോന്നത നീതിന്യായ പീഠം പുറപ്പെടുവിച്ചിരിക്കുകയാണല്ലോ. വഖഫ് സ്വത്തുക്കളിൽ തൊടാൻ പാടില്ലെന്നും തൽക്കാലത്തേക്കെങ്കിലും തൽസ്ഥിതി തുടരണമെന്നുമാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഇടക്കാല ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ നമുക്കുണ്ടാവേണ്ടുന്ന വിശ്വാസികൾ എന്ന നിലയിലും വഖഫിനെ സംരക്ഷിക്കുവാൻ പ്രതിജ്ഞാബദ്ധരായ ആളുകൾ എന്ന നിലയിലും നമുക്ക് വേണ്ട 5 കരുതലുകളെ സംബന്ധിച്ചാണ്, 5 ജാഗ്രതകളെ സംബന്ധിച്ചാണ് ഇന്നത്തെ ഖുതുബയിൽ വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു പറയാനും കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്നത്തെ ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ എന്തൊക്കെ ഇടക്കാല ഉത്തരവുകൾ വന്നാലും എല്ലാവരെയും ഏതോ അർത്ഥത്തിലുള്ള ആശങ്കകൾ പിടികൂടുന്നുണ്ട്. ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് വന്ന അവസാന വിധി എന്തായിരുന്നുവെന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷെ എന്ന് വെച്ച് ഒരു നിരാശയിലേക്ക് നാം വഴിമാറരുത് എന്നാണ് ഒന്നാമതായി സൂചിപ്പിക്കുവാനുള്ളത്. ഒന്നാമത്തെ ജാഗ്രത അതുതന്നെയാണ്. ഒരു നിരാശയിലേക്ക് നാം വഴിമാറാതിരിക്കുക എന്നുള്ളതാണ്. ഏത് പ്രയാസത്തിലും ഏത് പ്രതിസന്ധിയിലും എത്ര വലിയ വെല്ലുവിളിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായാലും പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോവാനാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് അല്ലാഹു നമ്മോട് പറയുന്നത്. മഹാനായ പ്രവാചകൻ യൂസുഫ് അലൈഹിസ്സലാമയുടെ ചരിത്രം പറയുന്ന സൂറത്തു യൂസുഫിലെ ഒരു വചനമാണ് പ്രാരംഭത്തിൽ ഞാൻ ഓതിവെച്ചത്. തൻ്റെ പൊന്നോമന പുത്രൻ നഷ്ടപ്പെട്ട ഘട്ടം, യാക്കൂബ് നബി അലൈഹിസ്സലാമയ്ക്ക്
തന്റെ പൊന്നോമന പുത്രൻ യൂസുഫ് അലൈഹിസ്സലാം നഷ്ടപ്പെട്ട ഘട്ടം, യൂസുഫ് അലൈഹിസ്സലാമയുടെ സഹോദരന്മാര് വന്നുകൊണ്ട് യൂസുഫ് അലൈഹിസ്സലാമയെ, അതായത് അവരുടെ സഹോദരനെ ചെന്നായ പിടിച്ചു തിന്നു എന്നും അങ്ങനെ പറഞ്ഞുകൊണ്ട് രക്തം പുരണ്ട ഒരു കുപ്പായവുമായിട്ട് വന്ന ആ ഒരു ഘട്ടം, യൂസുഫ് അലൈഹിസ്സലാമയെ ചെന്നായ പിടിച്ചു തിന്നു എന്ന് വിശ്വസിക്കുവാൻ എല്ലാ തെളിവുകളും കപടമായി, വ്യാജമായി സഹോദരന്മാർ യാക്കൂബ് അലൈഹിസ്സലാമയുടെ മറ്റു പുത്രന്മാർ യാക്കൂബ് അലൈഹിസ്സലാമയുടെ മുമ്പിൽ പങ്കുവെക്കുന്നുണ്ട്. പക്ഷെ ഈ ഘട്ടത്തിലും പ്രതീക്ഷ കൈവിടാത്ത യാക്കൂബ് അലൈഹിസ്സലാമയുടെ ചരിത്രമാണ് ഖുർആൻ പറയുന്നത്. നിരാശ പിടികൂടാത്ത യാക്കൂബ് അലൈഹിസ്സലാമയിലെ മാതൃകയെ വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു തആല പറയാണ്, തങ്ങളുടെ സഹോദരനെ യൂസുഫിനെ ചെന്നായ പിടിച്ചു തിന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ഘട്ടത്തിൽ, ആ ഘട്ടത്തിലും യൂസുഫ് അലൈഹിസ്സലാം തന്റെ മക്കളോട്, യാക്കൂബ് അലൈഹിസ്സലാം തന്റെ മക്കളോട്, അതായത് യൂസുഫ് അലൈഹിസ്സലാമയുടെ സഹോദരന്മാരോട് പറഞ്ഞു, യാ ബനിയ്യ ദഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖീഹി, യാ ബനിയ്യ, എന്റെ പൊന്നുമക്കളെ, ഇദ്ഹബൂ, നിങ്ങൾ പോകണം. അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷവും, യൂസുഫിനെ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞതിന് ശേഷവും പറയാണ്, എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ പോകണം. ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖീഹി, യൂസുഫിനെയും അവന്റെ സഹോദരനെയും നിങ്ങൾ അന്വേഷിക്കണം. യൂസുഫിനെയും ബെന്യാമീനെയും നിങ്ങൾ അന്വേഷിക്കണം. അപ്പോഴും പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ് ആ പിതാവ്. എന്നിട്ട് ആ പിതാവ് പറയാണ്, യാക്കൂബ് അലൈഹിസ്സലാം പറയാണ്, വലാ തൈഅസൂ മിർ റൗഹില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാവാൻ പാടില്ല, നിരാശ നിങ്ങളെ പിടികൂടാൻ പാടില്ല. ഇന്നഹു ലാ യൈഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, നിശ്ചയം അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിഷേധികളായ ആളുകളല്ലാതെ നിരാശരാവുകയില്ല. തീർച്ചയായും ഇസ്ലാമിക ഉമ്മത്തിന്, വഖഫിനെ സംരക്ഷിക്കുവാൻ പ്രതിജ്ഞാബദ്ധരായ സമൂഹത്തിന് പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോകാൻ സാധിക്കണം. ആ പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് ഒന്ന് രണ്ട് പ്രതികൂലമായിട്ടുള്ള വിധികൾ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ പോലും സുപ്രീം കോടതിയിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട്, സർവോപരി അല്ലാഹുവിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് മുസ്ലിം കൂട്ടായ്മകൾ ഒരു നിയമ പോരാട്ടത്തിന് തന്നെ പരിശ്രമിച്ചത്. ഏതായാലും ഒരു ഇടക്കാല ഉത്തരവെങ്കിലും ഇവിടെ സാധ്യമായി എന്നുള്ളത് നിരാശരാവാതെ ഇനിയും നമ്മെ മുന്നോട്ട് പോവാൻ പ്രചോദിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ്. പ്രതീക്ഷ നിലനിർത്തുക എന്നതാണ് ഒന്നാമത്തെ കാര്യമെങ്കിൽ, രണ്ടാമത്തെ കാര്യം ഈ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പ്രതീക്ഷ മനസ്സിലുണ്ടായിട്ട് മാത്രം കാര്യമില്ല. ആ പ്രതീക്ഷയോടെ അല്ലാഹുവിനോട് ചോദിക്കണം, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. നമുക്ക് എത്ര പേർക്ക് ഈ ഇടക്കാല ഉത്തരവ് വരുന്നതിന്റെ മുന്നോടിയായി അന്നത്തെ ദിവസത്തെ തലേ ദിവസം, 2 ദിവസങ്ങൾ നിർണായകമായിരുന്നു. വ്യാഴാഴ്ചയും നിർണായകമായിരുന്നു, ബുധനാഴ്ചയും നിർണായകമായിരുന്നു. ആ 2 ദിനങ്ങളിൽ നമ്മിൽ എത്ര പേർക്ക് അല്ലാഹുവിലേക്ക് കൈ ഉയർത്തുവാൻ സാധിച്ചു എന്നുള്ളതാണ്. ബദറിന്റെ ചരിത്രം നമ്മൾ പറയുന്നുണ്ട്. ബദറിന്റെ തലേ ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ അല്ലാഹുവിലേക്ക് കൈമലർത്തിയ ചരിത്രം നമ്മൾ റമദാനിൽ അയവിറക്കുകയുണ്ടായി. സഹോദരങ്ങളെ, അല്ലാഹുവിൽ പ്രതീക്ഷയർപ്പിക്കുവാൻ ഇസ്ലാമിക സമൂഹത്തിന് സാധ്യമാവണം. അതിൻ്റെ അടയാളമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയോടെ പ്രതീക്ഷയർപ്പിക്കുക. 1, നിരാശരാവാതിരിക്കുക. 2, പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതാണ് അല്ലാഹു പറഞ്ഞത്, ഖുൽ മാ യഅ്ബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. പ്രവാചകരെ, നിങ്ങൾ പറയണം, നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ അല്ലാഹു നിങ്ങളെ ഒട്ടുമേ പരിഗണിക്കില്ലായിരുന്നു. പ്രാർത്ഥനയാണ് അല്ലാഹു നിങ്ങളെ പരിഗണിക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക. നമ്മിൽ പാപങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ച് ആ പാപങ്ങളിൽ നിന്ന്
സ്വജീവിതത്തെ സ്ഫുടം ചെയ്തെടുക്കാൻ പരിശ്രമിച്ചുകൊണ്ട് അല്ലാഹുവോട് പ്രാർത്ഥിക്കുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അവരല്ലാഹുവിനോട് പാപമോചനം ഇരക്കുന്ന കാലത്തോളം അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല. പ്രാർത്ഥനയുടെ മനസ്സോടുകൂടി, പാപമോചനത്തിന്റെ മനസ്സോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുക. നിർണായക ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. വിധി വരുന്ന ദിവസത്തിന്റെ തലേ ദിവസം അല്ലാഹുവിനോട് രാത്രിയിൽ എഴുന്നേറ്റുന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. നമുക്ക് ഇവിടെ വെച്ചും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം. അല്ലാഹു വഖഫ് വിഷയത്തിൽ നീതിപൂർവമായ ഒരന്തിമ വിധി, ഇസ്ലാമിക ഉമ്മത്തിനെ അതിജീവനം സാധ്യമാക്കി തീർക്കുന്ന രീതിയിൽ ഒരു അന്തിമ വിധി അല്ലാഹു സാധ്യമാക്കി തീർക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇതുപോലെ അല്ലാഹുവിനോട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക. കേവലമായ പ്രാർത്ഥന കൊണ്ട് മാത്രമായില്ല. അതുകൊണ്ട് മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് അല്ലാഹുവിന്റെ സഹായം നമ്മുടെ കൂടെ ഉണ്ടാവാൻ ആവശ്യമായ രീതിയിലുള്ള സുഹൃതങ്ങളിൽ മുഴുകുക എന്നുള്ളതാണ്. അഅ്മാലു സ്വാലിഹാത്തിൽ മുഴുകുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ സഹായം കൊണ്ട് മാത്രമേ അതിജീവനം സാധ്യമാവുകയുള്ളൂ. അല്ലാഹുവിന്റെ നസ്റും അല്ലാഹുവിന്റെ മഅയ്യത്തും ഉണ്ടാവുക, അല്ലാഹുവിന്റെ സഹവാസവും അല്ലാഹുവിന്റെ സഹായവും ഉണ്ടാവുക സുഹൃതധന്യമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ആളുകളുടെ കൂടെയാണ്. സഹോദരങ്ങളെ, വഖഫ് ഭേദഗതി എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിക ഉമ്മത്തിന്റെ അസ്തിത്വത്തെ വെല്ലുവിളിക്കുന്ന ഗൗരവമുള്ളൊരു വിഷയമാണ്. അതിന്റെ ഗൗരവം എത്രത്തോളം ഓരോ പൗരന്മാരും മനസ്സിലാക്കിയിട്ടുണ്ട്, ഓരോ വിശ്വാസികളും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ബ്രിട്ടീഷുകാരെ പോലും മുസ്ലിം നിയമത്തിൽ ഉൾപ്പെടുത്തി അംഗീകരിക്കുകയും രാജ്യം സ്വതന്ത്രമായതിനു ശേഷം നിലവിൽ വന്ന ഭരണഘടനയനുസരിച്ച് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നതുമായ കാര്യമാണ് വഖഫ് എന്ന് പറയുന്നത്. ഈ വഖഫിനെ തകിടം മറിക്കുന്ന നിയമവുമായാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. വഖഫ് അല്ലാഹുവിന്റെ ധനമാണ്, വഖഫ് മാലുള്ളയാണ് എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞു. അതിനെ സംരക്ഷിക്കുവാൻ വിശ്വാസികൾക്ക്, വഖഫിനെ സംരക്ഷിക്കുവാൻ പ്രതിജ്ഞയെടുത്ത ആളുകൾക്ക് അല്ലാഹുവിന്റെ സഹായം മാത്രം മതി. അല്ലാഹുവിന്റെ സഹായം നേടിയെടുക്കാൻ ആവശ്യമായ കർമ്മങ്ങളിൽ ധാരാളമായിട്ട് വിശ്വാസികൾ മുഴുകിയാൽ അല്ലാഹുവിന്റെ സഹായം ലഭിക്കുമെന്ന് തീർച്ചയാണ്. അല്ലാഹുവിന്റെ സഹായം ലഭിച്ചാലോ ഈ വിഷയത്തിലെന്നല്ല എല്ലാ വിഷയങ്ങളിലും ഇസ്ലാമിക ഉമ്മത്തിന് അതിജീവനം സാധ്യമാവും. അതാണ് അല്ലാഹു പറയുന്നത്, ഇയൻസുറുക്കും ഫലാ ഗാലിബ ലക്കും വഇയഖദുലുക്കും ഫമൻ ദല്ലദി യൻസുറുക്കും മിൻ ബഅദിഹി വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. ഇയൻസുറുക്കും ഫലാ ഗാലിബ ലക്കും. നിങ്ങൾ അല്ലാഹു സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിജയിക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അല്ലാഹു നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ഒരാൾക്കും നിങ്ങൾ അതിജയിക്കാൻ കഴിയില്ല. വഇയഖദുലുക്കും ഫമൻ ദല്ലദി യൻസുറുക്കും മിൻ ബഅദിഹി. അല്ലാഹു നിങ്ങളെ കൈവടിഞ്ഞാൽ നിങ്ങളെ സഹായിക്കാൻ ആർക്കാണ് സാധിക്കുക? വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അതുകൊണ്ട് വിശ്വാസികളെ, അല്ലാഹുവിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ടായാൽ, അല്ലാഹുവിന്റെ സഹായം നിങ്ങളിൽ ഉണ്ടായാൽ ഒരു ശക്തിക്കും നിങ്ങളെ അതിജയിക്കുക സാധ്യമല്ല. വിശ്വാസികളെ, അല്ലാഹു പറയാൻ, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ, അല്ലാഹുവിന്റെ സഹായം നേടിയെടുക്കാൻ ആവശ്യമായ സുഹൃതങ്ങളിൽ നിങ്ങൾ മുഴുകിയാൽ എന്നർത്ഥം. യൻസുറുക്കും, അല്ലാഹു നിങ്ങളെ സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ കാലടി പാതകളെ അല്ലാഹു തആല സത്യമാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതാണ് അല്ലാഹു പറയാൻ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ സഹായം നേടിയെടുക്കാൻ ആവശ്യമായ സുഹൃതങ്ങളിൽ മുഴുകുക എന്നുള്ളതാണ്. ഒന്നാമത്തേത്, നിരാശ ബാധിക്കാതെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക. രണ്ടാം, പ്രതീക്ഷയിൽ നിന്നുള്ള പ്രാർത്ഥനകൾ ധാരാളമായിട്ടുണ്ടാവുക. മൂന്നാമത്തേത് വേണ്ടത് സുഹൃതധന്യമായ ജീവിതം, അല്ലാഹുവിന്റെ സഹായം നേടിയെടുക്കാൻ ആവശ്യമായ സുഹൃതധന്യമായിട്ടുള്ള ജീവിതം നയിക്കുക എന്നുള്ളതാണ്. തളരാതെയും ക്ഷമ കൈവിടാതെയും മുന്നോട്ട് പോവാനാണ് നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ പ്രതിസന്ധികളെല്ലാം അല്ലാഹു നേരത്തെ തീരുമാനിച്ചതും പ്രഖ്യാപിച്ചതുമാണ്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടെ മുന്നോട്ട് പോകണമെന്നാണ് എപ്പോഴും അല്ലാഹു ഖുർആനിൽ ഉണർത്തുന്നത്.
ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ക്ഷമയെ സംബന്ധിച്ചാണ്, നമ്മൾ പറയുന്നത് ക്ഷമയെ സംബന്ധിച്ചാണ്. കാരണം ഖുർആൻ പറഞ്ഞിട്ടുള്ളതും ക്ഷമയെ സംബന്ധിച്ചാണ്. 1-2 തവണയല്ല ഖുർആൻ സ്വബറിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ധാരാളം തവണ ഖുർആൻ സ്വബറിനെ സംബന്ധിച്ച് അങ്ങനെ ആവർത്തിച്ചുകൊണ്ട് പറയാണ്. അല്ലാഹു പറയാനില്ല, തുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ അദൻ കതീറാ. ലതുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും, നിങ്ങളുടെ ശരീരങ്ങളിലും നിങ്ങളുടെ സമ്പത്തിലും നിശ്ചയം അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഈ പരീക്ഷണം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ പരീക്ഷണം എന്നീ ദീനിന്റെ പ്രബോധനവുമായിട്ട് പ്രവാചകന്മാർ ഇറങ്ങിയോ അന്ന് മുതലുള്ളതാണ് ഈ പരീക്ഷണം എന്ന് പറയുന്നത്. അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയാ സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും വലിയ പരീക്ഷണങ്ങൾക്കിരയായത് പ്രവാചകന്മാർ, പിന്നീട് ആ പ്രവാചകന്മാരോട് അടുത്ത മഹത്തുക്കളായ ആളുകൾ. അതാണ് അല്ലാഹു പറഞ്ഞത്, നിങ്ങളുടെ സമ്പത്തുക്കളിലും നിങ്ങളുടെ ശരീരങ്ങളിലും നിശ്ചയമായും നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ അദൻ കതീറാ. നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട ആളുകളിൽ നിന്നും ബഹുദൈവാരാധകരിൽ നിന്നും ധാരാളം കുത്തുവാക്കുകൾ നിശ്ചയമായും നിങ്ങൾ കേൾക്കേണ്ടി വരും. പക്ഷേ നിങ്ങളുടെ നിലപാട് ക്ഷമയുടെ നിലപാടാവണം. വയൻ തസ്ബിറു വതത്തഖൂ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ, നിങ്ങൾ സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിശ്ചയം അത് നിശ്ചയദാർഢ്യമുള്ള കാര്യങ്ങളിൽ പെട്ടതാണെന്ന് അല്ലാഹു പറയാണ്. സഹോദരങ്ങളെ നോക്കൂ, ഇക്കഴിഞ്ഞ ഏതാനും ചില വർഷങ്ങൾക്കിടയിൽ തന്നെ എത്രങ്ങാനും ആരോപണങ്ങളെയാണ് ഇസ്ലാമും ഇസ്ലാമിക സമൂഹവും അതിജീവിച്ചിട്ടുള്ളത് എന്നത് നമ്മൾ പഠിക്കേണ്ടുന്ന വിഷയമാണ്. ധാരാളമായിട്ട് ആരോപണങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടി വരുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആരോപണങ്ങൾ ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ലവ് ജിഹാദ്, ഹലാൽ ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, അതിനുശേഷം പൗരത്വ നിയമ ഭേദഗതി, അതിൻ്റെയൊന്നും കാർമേഘങ്ങൾ മാഞ്ഞു പോകുന്നതിന്റെ മുമ്പ് തന്നെ ഇവിടെ വഖഫ് നിയമവും വന്നിരിക്കുന്നു. അതാണ് കൃത്യമായിട്ട് അല്ലാഹു പറഞ്ഞത്, ലതുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും. നിങ്ങളുടെ സമ്പത്തിലും ശരീരങ്ങളിലും തീർച്ചയായും നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ അദൻ കതീറാ. നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട ആളുകളിൽ നിന്നും ബഹുദൈവാരാധകരിൽ നിന്നും നിങ്ങൾ ധാരാളം ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വരും, ധാരാളം കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരിലും ധാരാളം സുമനസ്സുകൾ ഉണ്ട് എന്നത് ശരിയാണ്. ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും സുമനസ്സുകൾ തന്നെയാണ്. അങ്ങനെ തന്നെയാണ്, ആ ഒരു ബോധ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ ദുരാരോപണങ്ങൾ നിരന്തരമായിട്ട് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നവരും സമൂഹത്തിൽ കുറവല്ല എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. വഖഫിനെ കുറിച്ചും ധാരാളം വ്യാജവും കൃത്രിമവുമായിട്ടുള്ള ആരോപണങ്ങൾ കെട്ടിച്ചമച്ചുകൊണ്ടാണ് അതിനെതിരെ ഒരു ബില്ല് ഇവിടെ പാസ്സാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. വരുന്ന മെയ് മാസം 5-ന് പുതിയൊരു ഉത്തരവുണ്ടാകുന്നത് വരെ വഖഫിൽ തൽസ്ഥിതി തുടരുമെന്ന് കോടതി പറയുമ്പോ വഖഫിനെതിരെ വഖഫ് വിരുദ്ധരായിട്ടുള്ള ആളുകൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഓരോന്നും അത് ശരിയായിരുന്നില്ല, അത് കൃത്രിമമായി കെട്ടിച്ചമച്ചതായിരുന്നു, അത് നീതിപൂർവമുള്ള വർത്തമാനമായിരുന്നില്ല എന്ന് പൊതുസമൂഹത്തെ നിരന്തരമായിട്ട് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടൊന്നും ആർക്കും കോടതിയിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. ഇനി വഖഫുമായി ബന്ധപ്പെട്ട അന്തിമമായ വിധി എന്താണെന്ന് പറയുക സാധ്യമല്ല. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക്, അതല്ലെങ്കിൽ പൊതുസമൂഹത്തിന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും വഖഫിനെ സംബന്ധിച്ച് ഇതുവരെ പറഞ്ഞിരുന്ന കാര്യങ്ങൾക്ക് എന്തേ കോടതിയിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമാവാതെ പോയത്. സോഷ്യൽ മീഡിയയിൽ പറയുന്നത് പോലെയാണോ, സാമൂഹ്യ മാധ്യമങ്ങളിൽ പറയുന്നത് പോലെയാണോ കോടതി എന്ന് പറയുന്നത്? അതല്ലെങ്കിൽ ചാനൽ ചർച്ചകളിൽ പറയുന്ന വർത്തമാനം പോലെയാണോ കോടതി എന്ന് പറയുന്നത്? കൃത്യമായ ഭരണഘടനാ തത്വങ്ങളിൽ നിന്നുകൊണ്ട് സംസാരിക്കുവാനേ കോടതിയിൽ കഴിയൂ എന്നുള്ളതാണ്. അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, എന്തെല്ലാമായിരുന്നു ദുരാരോപണങ്ങൾ? ഒന്നാമതായിട്ട് പറഞ്ഞത്, വഖഫ് ബോർഡിന് ഏത് സ്വത്തിനെ കുറിച്ചും വഖഫാണെന്ന വാദമുന്നയിക്കുവാൻ അധികാരം നൽകപ്പെട്ടിരുന്നു എന്നാണ്. ഈ അധികാരത്തിന്റെ ബലത്തിൽ വഖഫ് ബോർഡ് ധാരാളം സ്ഥലങ്ങൾ വഖഫായി പ്രഖ്യാപിച്ചിരുന്നു, അതല്ലെങ്കിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നും കള്ളം പ്രചരിപ്പിച്ചു.
വഖഫ് ബോർഡിന് തോന്നുന്ന സ്ഥലങ്ങളെല്ലാം വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കാം എന്ന വാദമെല്ലാം അസംബന്ധമാണ്, പൂർണ്ണമായ അസംബന്ധം. വഖഫ് ബോർഡിന്റെ പ്രവർത്തനം രഹസ്യമായ നിലയിലല്ല നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. വഖഫ് ആക്ടിൽ അതിന്റെ പ്രൊസീജിയർ, അതിന്റെ പ്രക്രിയകൾ പൂർണ്ണമായിട്ട് വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭൂമിയുടെ ഉടമയ്ക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലും വഖഫ് ചെയ്യുന്നത് ആരായിരിക്കണമെന്ന് കൃത്യമായും പറഞ്ഞിട്ടുണ്ട്. അയ്യകൂന മംലൂകൻ മിൽക്കൻ താമൻ എന്ന വഖഫിഹി, വഖഫ് ചെയ്യുന്ന അവസരത്തിൽ പൂർണ്ണമായിട്ടും ഉടമസ്ഥതയുള്ള ഒരു വാഖിഫിന് മാത്രമേ വഖഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. വാഖിഫിന് പൂർണ്ണമായും ഉടമസ്ഥതയുള്ള സ്വത്ത് മാത്രമേ അയാൾക്ക് വഖഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ വാഖിഫിൽ നിന്നാണ് വഖഫിന്റെ ഉടമസ്ഥത അല്ലാഹുവിലേക്ക് മടങ്ങുന്നത്. അതല്ലാതെ വഖഫ് വിരോധികൾ സൂചിപ്പിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു ഭൂമി ചൂണ്ടിക്കാട്ടി ഇത് വഖഫാണെന്ന് വഖഫ് ബോർഡ് പറഞ്ഞാൽ അതുകൊണ്ട് മാത്രം അത് വഖഫായി മാറുന്ന അവസ്ഥയൊന്നും ഒരു കാലത്തും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ അത്തരം ദുരാരോപണങ്ങളാണ് ധാരാളം കാലമായിട്ട് പ്രചരിപ്പിച്ചു വന്നത് എന്നുള്ളതാണ്. സത്യത്തിന്റെ മുമ്പിൽ, നീതിയുടെ മുമ്പിൽ, ഭരണഘടനയുടെ മുമ്പിൽ ഇത്തരം കള്ളപ്രചരണങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് കൂടിയാണ് ഇടക്കാലത്തേക്കെങ്കിലുമുള്ള വിധി നമ്മോട് പറയുന്നത്. മുസ്ലിം സമുദായം ഉന്നയിച്ച 3 സുപ്രധാന വിഷയങ്ങളിൽ കോടതിക്കും ആശങ്കയുണ്ടെന്ന് വ്യക്തമാക്കിയാണ് വഖഫ് കേസിൽ സുപ്രീം കോടതി താൽക്കാലികമായ ഉത്തരവ് പറഞ്ഞത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ ഒന്നാമത്തെ കാര്യമായിട്ട് സുപ്രീം കോടതി പറഞ്ഞത് രജിസ്ട്രേഷൻ മൂലമോ ഉപയോഗത്തിലൂടെയോ മറ്റേതെങ്കിലും നിലക്കോ വഖഫായി കണക്കാക്കുന്ന വസ്തുക്കൾ ഡീനോട്ടിഫൈ ചെയ്ത് വഖഫ് അല്ലാതാക്കരുത് എന്നുള്ളതാണ്. വഖഫ് ബൈ യൂസറിന്റെ കാര്യത്തിൽ വലിയ ആശങ്ക വഖഫ് സംരക്ഷകരായ ആളുകൾക്കുണ്ടായിരുന്നു. കോടതി ഒന്നാമത് പറഞ്ഞ കാര്യവും അത് തന്നെയാണ്. ഒന്നാമത്തെ കാര്യമായി സുപ്രീം കോടതി പറഞ്ഞത് രജിസ്ട്രേഷൻ മൂലമോ ഉപയോഗത്തിലൂടെയോ, അതായത് വഖഫ് ബൈ യൂസർ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്കോ വഖഫായി കണക്കാക്കുന്ന വസ്തുക്കൾ ഡീനോട്ടിഫൈ ചെയ്തുകൊണ്ട് വഖഫ് അല്ലാതാക്കരുത് എന്നാണ്. രണ്ടാമതായിട്ട് പറഞ്ഞത് കളക്ടർമാർ വഖഫിൽ അന്വേഷണം നടത്തുന്നുവെങ്കിൽ പുതിയ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം യാതൊരു നടപടിയും തീരുമാനവും അരുത് എന്നുള്ളതാണ്. മൂന്നാമത് പറഞ്ഞത് കേന്ദ്ര വഖഫ് കൗൺസിലുകളിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും എക്സ് ഒഫീഷ്യോ അംഗങ്ങളല്ലാത്തവർ എല്ലാവരും മുസ്ലിങ്ങൾ ആയിരിക്കണം എന്നുള്ളതാണ്. ഇതെല്ലാം വഖഫ് സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെയും വിശ്വാസികളുടെയും ഒരു ആവശ്യം കൂടിയായിരുന്നു. കാരണം നമുക്കറിയാം വഖഫ് സ്വത്ത് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണ് പരിപാലിക്കേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് ഖുർആൻ പറഞ്ഞതാണ്. അതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ നേരത്തെ വിശദീകരിച്ചുകൊണ്ട് ആ വചനങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. എന്നാൽ തൽക്കാലത്തേക്കെങ്കിലും വഖഫ് കൗൺസിലുകളിലും ബോർഡുകളിലും നിയമനം വേണ്ട എന്നതും ഇടക്കാല ഉത്തരവാണ് സഹോദരങ്ങളെ. വഖഫിന്റെ ചൈതന്യത്തിന് നിരക്കാത്ത എല്ലാ അജണ്ടകളെയും അല്ലാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചോദിച്ച ചില ചോദ്യങ്ങളും ഇവിടെ പ്രസക്തമാണ്. തിരുപ്പതി ബോർഡിൽ അഹിന്ദുക്കളുണ്ടോ ചോദിച്ചു സുപ്രീം കോടതി. അതുപോലെ തന്നെ പുരാതന മസ്ജിദുകൾക്ക് എങ്ങനെ രേഖകൾ ഉണ്ടാകും എന്നെല്ലാം സുപ്രീം കോടതി ചോദിച്ചതും നാം പത്രദ്വാര അതുപോലെ തന്നെ മാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചു. ഇതെല്ലാം നമുക്ക് പ്രതീക്ഷ നൽകേണ്ടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ദുരാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംഘികളും കൃസംഘികളും മുസംഘികളുമെല്ലാം വഖഫ് സംവിധാനത്തെ ഇകഴ്ത്തുമ്പോഴും ആത്മസംയമനം നഷ്ടപ്പെടുത്താതെ ജാഗ്രതയോടുകൂടെയുള്ള പ്രതിഷേധങ്ങളാണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടത്. അതാണ് അല്ലാഹു തുടർന്നുള്ള വചനങ്ങളിൽ പറഞ്ഞത്, വയൻ തസ്മിറൂ വതത്തഖൂ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ഒരു ആത്മഹത്യാ സമീപനം ഉണ്ടായിക്കൂടാ. വയൻ തസ്ബിറു, നിങ്ങൾ ക്ഷമ കൈകൊള്ളുന്നുവെങ്കിൽ, വതത്തഖൂ, നിങ്ങൾ സൂക്ഷ്മത കൈകൊള്ളുന്നുവെങ്കിൽ, ക്ഷമയും സൂക്ഷ്മതയും ജാഗ്രതയും നിങ്ങൾ കൈകൊള്ളുന്നുവെങ്കിൽ, ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അതാണ് അതിജീവനത്തിന്റെ വഴിയെന്ന് പറയുന്നത്. നിശ്ചയം അതാണ് നിശ്ചയദാർഢ്യമുള്ള കാര്യങ്ങളിൽപ്പെട്ടത്. സ്വബർ എന്ന് പറഞ്ഞാൽ അനീതിക്കെതിരെ നിശബ്ദമാവുക എന്നല്ല സ്വബർ, ക്ഷമയെന്ന് പറഞ്ഞതിന്റെ ഇസ്ലാമിക വിവക്ഷ എന്ന് പറയുന്നത്. മറിച്ച് അനീതിക്കെതിരുള്ള ക്രിയാത്മകമായ പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങുന്ന നമ്മുടെ ഭരണഘടനയെ
ആ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായും അതുപോലെ തന്നെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങളെ മുൻനിർത്തിക്കൊണ്ടും തന്നെയാണ് വഖഫ് പ്രതിഷേധങ്ങളും വഖഫ് ബില്ലിനെതിരെയുള്ള വിയോജിപ്പുകളും മുന്നോട്ട് പോവേണ്ടത്. അനാവശ്യമായ വിവാദങ്ങളിലേക്കും രക്തച്ചൊരിച്ചിലുകളിലേക്കും പ്രതിഷേധങ്ങൾ എത്താതിരിക്കുവാനുള്ള അതീവമായ മുൻകരുതലുകളും ആവശ്യമാണ് സഹോദരങ്ങളെ. കാരണം രക്തച്ചൊരിച്ചിലുകളിലൂടെയും കലാപങ്ങളിലൂടെയും വിഭാഗീയത ശക്തിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നവരുണ്ട്. എന്നാൽ നമ്മുടെ ലക്ഷ്യം, വിശ്വാസികളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, വഖഫ് സംരക്ഷിക്കുന്ന ആളുകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എല്ലാ തീജ്വാലകളെയും കെടുത്തിക്കളയുക എന്നതാവണം. അതാണ് ഖുർആൻ പറയുന്നത്, കുല്ലമാ ഔഖദു നാറൻ ലിൽ ഹർബി യത്ഫഅഹ അല്ലാഹ്. അവർ യുദ്ധത്തിന്, കലാപത്തിന് തീ കൊടുക്കുമ്പോഴെല്ലാം അതിനെ കെടുത്തിക്കളയാനാണ് അല്ലാഹു നിങ്ങളോട് പറയുന്നത്. ആ തീജ്വാലകളെ കെടുത്തിക്കളയുന്നവനാണ് അല്ലാഹു. വയസ്അഊന ഫിൽ അർളി ഫസാദ. അവരെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവര് ഭൂമിയിൽ കുഴപ്പകാരികളായിട്ട് വിഹരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിക്കുക എന്നതല്ല വഖഫ് സംരക്ഷകരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. വല്ലാഹു ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. അല്ലാഹു കുഴപ്പകാരികളായ ആളുകളെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇടക്കാല ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ 5 കാര്യങ്ങളാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. ആ 5 കാര്യങ്ങളെ നമുക്കിങ്ങനെ ചുരുക്കി പറയാൻ കഴിയും. ഒന്ന്, സൂചിപ്പിച്ചതുപോലെ നിരാശ കൈവെടിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നിരാശ കൈവെടിഞ്ഞുകൊണ്ട് പ്രതീക്ഷയോടുകൂടി, ആശയോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പ്രതീക്ഷയോടെ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി പ്രാർത്ഥനയോട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലുള്ള സഹായവും പടച്ചവനിൽ നിന്നുണ്ടാകുന്ന വഴിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പക്ഷെ കേവലം പ്രാർത്ഥിച്ചാൽ മാത്രം പോരെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ സഹായം നേടിയെടുക്കുവാൻ ആവശ്യമായ സുഹൃതങ്ങൾ ധാരാളമായിട്ട് പ്രവർത്തിക്കുക, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അസ്വദഖത്തു റദ്ദുൽ ബലായ. ദാനധർമ്മങ്ങൾ എന്ന് പറയുന്നത് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന കാര്യമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കുന്നവർ ധാരാളം പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. അതിനാൽ ക്ഷമ കൈവിടാതെ ക്രിയാത്മകമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ക്ഷമ കൈവിടാതെ ക്രിയാത്മകമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് നാലാമതായിട്ട് ചെയ്യാനുള്ള കാര്യമെന്ന് പറയുന്നത്. ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികളെ തിരിച്ചറിയുക എന്നതാണ് 5ാമതായിട്ട് ചെയ്യാനുള്ള കാര്യമെന്ന് പറയുന്നത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ഇന്ന് നമ്മുടെ ക്രൈസ്തവ സഹോദരന്മാർ ദുഃഖവെള്ളി ആചരിക്കുന്ന ദിവസം കൂടിയാണ്. അവരിൽ ഒരു വിഭാഗം വഖഫ് ഭേദഗതിയെ പിന്തുണയ്ക്കുന്ന ദൗർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യമുണ്ടായി. വഖഫ് ഭേദഗതിയെ പിന്തുണയ്ക്കുന്ന ദൗർഭാഗ്യകരമായ സാഹചര്യം ഒരു വിഭാഗം ആളുകളിൽ നിന്നുണ്ടായി. സഹോദരങ്ങളെ, വഖഫ് നിയമം വന്നാൽ മുനമ്പം പ്രശ്നത്തിൽ പരിഹാരമുണ്ടാകുമെന്ന് പറഞ്ഞാണ് ഭരണകൂടം അവരെ തെറ്റിദ്ധരിപ്പിച്ചത്. ഈ തെറ്റിദ്ധാരണയിൽ ചിലരെങ്കിലും അകപ്പെട്ടു പോയി എന്നുള്ളത് ദൗർഭാഗ്യകരമായ, ദുഃഖകരമായ അവസ്ഥയാണ്. അവസാനം സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. വഖഫ് ഭേദഗതിയിലൂടെ മാത്രം മുനമ്പത്തുകാർക്ക് നീതി ലഭിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് സത്യം എല്ലാവരുടെ മുമ്പിലും അനാവരണം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. വഖഫ് ബില്ലിനെ പിന്തുണച്ചതുകൊണ്ട് ഒരു ഉപകാരവും ഉണ്ടായില്ല എന്ന് കോഴിക്കോട് ആർച്ച് ബിഷപ്പ് അടക്കമുള്ളവർ വളരെ വ്യക്തമാക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെ ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ഫാസിസ്റ്റുകളുടെ വർഗീയ ശക്തികളുടെ തന്ത്രത്തെ തിരിച്ചറിയുവാൻ, ഭിന്നിക്കാതെ മുന്നോട്ട് പോവാൻ, ഐക്യത്തോടെ മുന്നോട്ട് പോവാൻ, ഭിന്നിപ്പിക്കാനുള്ള പൈശാചികമായ ശ്രമങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ എല്ലാവർക്കും സാധ്യമാവണം എന്നുള്ളതാണ്. അതിലാണ് രാജ്യനിവാസികൾ അങ്ങേയറ്റം ജാഗ്രത കൈകൊള്ളേണ്ടത്. മുനമ്പം അടക്കമുള്ള വിഷയങ്ങളിൽ വിട്ടുവീഴ്ചാപരമായിട്ടുള്ള പരിഹാരം സാധ്യമാവണം എന്ന് എല്ലാ മുസ്ലിം കൂട്ടായ്മകളും ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ദുശക്തികളെയും അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ എന്ന് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. വഖഫ് അടക്കമുള്ള ഇസ്ലാമിന്റെ എല്ലാ സംവിധാനങ്ങളെയും അള്ളാഹു പൂർണ്ണമായും സംരക്ഷിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലർ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്ലാമിക സമൂഹം അതിജീവിക്കുവാൻ കരുതേണ്ടുന്ന 5 കാര്യങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഒന്നുകൂടി 5 കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമത്തേത്, നിരാശ ബാധിക്കാതെ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുക. രണ്ടാമത്തെ സംഗതി പ്രാർത്ഥന. മൂന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് പ്രാർത്ഥനയോടൊപ്പം തന്നെ സുഹൃതധന്യമായിട്ടുള്ള ജീവിതം നയിക്കുക. അതുപോലെ അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിക്കുന്ന ആളുകൾ ക്ഷമയുടെ ജീവിതം അവരെ നയിക്കേണ്ടി വരും. ആ സ്വബറുമായിട്ടുള്ള ബോധം നിലനിർത്തുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യമെന്ന് പറയുന്നത്. 5, പൈശാചിക ശക്തികൾ ഭിന്നിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തും. ഭിന്നിപ്പിനെ അതിജീവിച്ചുകൊണ്ട് ഐക്യത്തോടുകൂടി, കെട്ടുറപ്പോടുകൂടി, സംഘടനാ വ്യത്യാസങ്ങളും വിഭാഗീയ ചിന്തകളും എല്ലാം മറന്നുകൊണ്ട് ഫാസിസത്തിൻ്റെ ഇരകളായ മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഫാസിസത്തിൻ്റെ ഓരോ അജണ്ടകളെയും പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഈ 5 കാര്യങ്ങളെ ജാഗ്രതയോടുകൂടി, കരുതലോടുകൂടി കൊണ്ട് നടക്കുവാൻ, മുന്നോട്ട് നീങ്ങുവാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാഥൻ നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു അവൻ്റെ പ്രീതിയിലും പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അള്ളാഹു തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അള്ളാഹു വിശാലമാക്കി തരുമാറാവട്ടെ. ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ അർശിൻ്റെ രാജസിംഹാസനത്തിൻ്റെ നിഴൽ നേടിയെടുക്കുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിൻ്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും, അതുപോലെ തന്നെ സുറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും, ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, കുടുംബാംഗങ്ങളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരിലും നാഥൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല തഖ്വയും ഈമാനും സബറും ഇസ്തിഖാമത്തും സിബാത്തും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട എല്ലാ അജണ്ടകളെയും, എല്ലാ വർഗീയമായിട്ടുള്ള വിഭാഗീയമായിട്ടുള്ള അജണ്ടകളെയും നാഥൻ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായും പരാജയപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു ഫലസ്തീൻ മക്കൾക്ക് അതിജീവനം സാധ്യമാക്കി കൊടുക്കുമാറാവട്ടെ. ഫലസ്തീനിലെ പാവപ്പെട്ട സ്ത്രീകൾ, കുഞ്ഞുമക്കൾ, അതുപോലെ തന്നെ ദുർബലരായ ജനവിഭാഗം അള്ളാഹു തആല എല്ലാ അർത്ഥത്തിലും അവരെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു ഖുദ്സിന് സമ്പൂർണ്ണമായ, ബൈത്തുൽ മഖ്ദിസിന് സമ്പൂർണ്ണമായ മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ. കടങ്ങളിൽ നിന്ന്, സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പെരടികളെ മോചിപ്പിക്കുമാറാവട്ടെ. അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും, നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അള്ളാഹു എല്ലാ അർത്ഥത്തിലും രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അള്ളാഹു പരസ്പര സ്നേഹം വർദ്ധിപ്പിക്കുമാറാവട്ടെ. ഭാര്യാ സന്താനങ്ങളിൽ അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. മാതാപിതാക്കൾ അനുസരിക്കുന്ന സന്താനങ്ങളാക്കി, സജ്ജനങ്ങളാക്കി
അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും സന്താനങ്ങളെ മാറ്റുമാറാവട്ടെ. നമ്മുടെ സന്താനങ്ങൾക്ക് അല്ലാഹു തആല തഖ്വയും ഈമാനും വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് അല്ലാഹു തആല ആരോഗ്യത്തോടു കൂടിയുള്ള ആഫിയത്തോടു കൂടിയുള്ള തൂലുൽ ഉംറ ദീർഘായുസ് നൽകി പടച്ചതമ്പുരാൻ പ്രത്യേകമായിട്ട് നമ്മുടെ മുതിർന്ന പൗരന്മാരെ അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചവനെ, ഞങ്ങളുടെ പ്രാർത്ഥന അല്ലാഹുവിനെ സ്വീകരിക്കണമേ റബ്ബ്. അല്ലാഹ് നിന്നോട് ചോദിക്കുവാൻ നിനക്ക് കോടാനക്കോടി അടിമകളുണ്ട് അല്ലാഹുവേ, കോടാനക്കോടി ദാസന്മാർ നിനക്കുണ്ട് അല്ലാഹുവേ. അവരെല്ലാവരും നിന്നിലേക്ക് കൈമലർത്തുകയാണ് റബ്ബേ. ഞങ്ങൾക്ക് ചോദിക്കാൻ ഉടമസ്ഥനായി റബ്ബായി നാഥനായി നീ മാത്രമേ ഉള്ളൂ അല്ലാഹുവേ. ഞങ്ങളുടെ ആവശ്യം നിറവേറ്റി കഴിഞ്ഞാൽ നിന്റെ ഖജനാവിൽ ഒരു കുറവും വരില്ല എന്ന പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുണ്ട്. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലെ എല്ലാ സതുദ്ദേശങ്ങളെയും നീ സഫലീകരിച്ച് തരയണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൃഷിയിൽ, ഞങ്ങളുടെ കച്ചവടത്തിൽ, ഞങ്ങളുടെ ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുമ്മ റദ്ദ അൻ അബീ ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയത്തി സ്വഹാബത്തി വസ്വഹാബിയ്യത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ ലാ തുഅദ്ദിബ്നാ ബിന്നാർ ولا تجعلنا من حطب النار إنها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم. اللهم انصر المسلمين المجاهدين في فلسطين، اللهم انصرهم في كل مكان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.